friends, welcome back to RirisKitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്ന ഒരു സ്പെഷ്യൽ നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാകുന്ന നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പനീർ ബട്ടർ മസാലയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർ മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചൂടാക്കാൻ വെക്കാം. നമ്മുടെ കടായി ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യേണ്ട. വെജിറ്റബിൾ ഓയിലൊക്കെ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അത് യൂസ് ചെയ്താൽ മതി. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഞാൻ തൊലി കളഞ്ഞെടുത്തതാണ്. മുഴുവനോടെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ വീട്ടിൽ തന്നെയുള്ള പട്ട ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ്. ഇത്രയും ചെറുതായിട്ട് അരിയണ്ട, ഒരു മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞാൽ മതി. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു പോയതാണ്. ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 4 ഉണക്കമുളകും കൂടെ 4-5 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ഷെയ്ഡൊന്നും വരണ്ട, ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അത്രയും മതി. നമുക്കിത് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് വഴന്നൊന്നും കിട്ടണ്ട. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 100 ഗ്രാം അളവിൽ കാഷ്നട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഈ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് അല്പനേരം ഒന്ന് തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. സെയിം കടായി തന്നെയാണ് ഞാനിവിടെ എടുത്തത്. ഇതിലേക്ക് നമുക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ബട്ടർ കുറവാന്ന് തോന്നുകയാണെങ്കിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റാം. ഞാൻ ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ രീതിയിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ്, അതായത് നമ്മുടെ കാഷ്യൂസും ഒണിയനും ടൊമാറ്റോയും കൂടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമുക്കിതൊരു അല്പം നേരം ഇതൊന്ന് തിളക്കിയിട്ട് ഒരുപാട് ചെറുതായിട്ടൊന്ന് തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കാഷ്യൂസ് എല്ലാം ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുക. നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് നമ്മുടെ കറി പ്രിപ്പയർ ചെയ്തെടുക്കാം.
ഞാൻ ഇവിടെ ഒരു 200 ഗ്രാം പനീറാണ് എടുത്തത്. അത് ഇതേപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കസൂരി മേത്തി ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേണമെങ്കിൽ നമ്മൾ ടൊമാറ്റോ ഒക്കെ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പിഞ്ചളവിൽ മതി. നമ്മുടെ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. നമുക്കിനി ഈ സമയം നമ്മുടെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്കിനി നമ്മുടെ ബട്ടർ മസാലയുടെ മുകളിൽ ഒരല്പം മല്ലിയില, ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയില സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ റെസിപ്പിയാണിത്. നമ്മുടെ റൊട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഈസി ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇത് വേറെ അടിപൊളി റെസിപ്പിയായി വരുന്നവരേക്കും till then take care, bye.